പൊന്നാനി ബിയ്യങ്കാലിലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിലും മറ്റും കണ്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ രാത്രിയാണ് ബിയ്യങ്കാലിൻ്റെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലും പിന്നെ ഒരു ചെറിയ പാർക്കും പിന്നെ ഒരു ചായക്കടയൊക്കെ ആയിട്ട് പല അടിപൊളിയായിട്ടുള്ള സീനറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വരും. അപ്പോൾ വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ നിന്ന് തൊട്ട് ബാക്കിലുള്ളൊരു വ്യൂ ആണത്. ഈ തൂണുകളൊക്കെ ഇല്ലേ, ഈ തൂണിലൊക്കെ ലൈറ്റൊക്കെ വന്നിട്ട് അന്യായ ഒരു കാഴ്ചയായിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി ആ ടൈമിലുള്ള നമ്മുടെ ബിയ്യങ്കായലിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളുടെ മുന്നിൽ. കാരണം ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഇനി കുറച്ച് കാലം കഴിയുന്തോറും അവിടെ വരും. തൊട്ട് ഈ സൈഡിലായിട്ട് ഇത് ചെറിയൊരു സ്റ്റേജാണ്. കാരണം വള്ളംകളി നടക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ ബിയ്യങ്കായലിൻ്റെ ഈ പ്രദേശം. അപ്പോൾ അതിനോട് കൂടുതൽ ആളുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ സംഭവം സ്റ്റേജ് കുറച്ച് നാശത്തിൻ്റെ ഒരു വക്കിലാണ്. ചിലപ്പോൾ അത് ഇനി ഭാവിയിൽ ശരിയാക്കും എന്നെനിക്ക് ഉറപ്പുമാണ്. കാരണം എന്താ, നിങ്ങൾ തൊട്ട് മുന്നിലേക്ക് നോക്കൂ, കുറേ ലൈറ്റിൻ്റെ ഒരു ഇത് കാണുന്നില്ല, എന്തോ ഒരു അത്ഭുതം നമ്മളെ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇല്ലേ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. തൂക്കുപാലാട്ടോ അത്. നമുക്ക് പതിയെ പതിയെ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് പോകാം. എന്തായാലും ഇവിടെ വരുമ്പോൾ ഇത് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് അധികം ആർക്കും അറിയാതെ, കാരണം ജസ്റ്റ് ഒരു തൂക്കുപാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഭാവിയിൽ ലേറ്റ് ഡെക്കറേഷൻ ചെയ്തു. ഇപ്പോൾ ഇതാ സിപ്പ് ലൈൻ സംവിധാനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളല്ല, എല്ലാ വർക്കും കഴിഞ്ഞു. ഇനി ഇത് പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് പ്രത്യേകിച്ച് പൊന്നാനി നമ്മുടെ ബിയ്യങ്കായൽ തൂക്കുപാലം എന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പിലങ്ങ് അടിച്ചു കൊടുത്താൽ മതി, നേരെ ഇവിടെ എത്തും. വരികയാണെങ്കിൽ നൈറ്റിൽ വരണം. ഇന്നാ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. ഫാമിലിയൊക്കെ ആയി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലെവൽ സൈഡിലേക്ക് എത്തുന്ന പോലെ നമുക്ക് തോന്നും. ഇത് ഈ കാണുന്നൊക്കെ കേട്ടോ സിപ്പ് ലൈനും മറ്റേ സൈക്ലിങ്ങിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. തൊട്ട് ബാക്കിലാണ് നമ്മുടെ തൂക്കുപാലും. അതിന് തൊട്ട് മുന്നിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലെ രണ്ട് ലൈറ്റ് കത്തുന്നില്ലേ, അതൊക്കെ നല്ല അന്യായ ഭംഗിയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ നടക്കാം. കാരണം ഇതിനും കൂടുതലായിട്ട് നമുക്ക് ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ്, സിപ്പ് ലൈനാണ് എനിക്ക് കുറച്ച് ഒന്ന് അറിഞ്ഞിരുന്നത്. ബാക്കിയും പല സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഫെബ്രുവരി തുടങ്ങുന്നതാണ് അവർ പറഞ്ഞത്, ലാസ്റ്റ് ഉദ്ഘാടനമൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ചായക്കടയുണ്ട്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ നല്ലൊരു ചായക്കട ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ചായക്കട ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഈ ഇരിക്കുന്നില്ലേ കുറേ ചേട്ടന്മാർ ലെഫ്റ്റ് സൈഡിലായിട്ട്, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ചായയോ വടയോ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സഹകരണമാണ്, അടിപൊളി ഒരു കഫേ തന്നെയാണിത്. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ തൂക്കുപാലത്തിലേക്ക് കയറാനാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ടില്ലേ നിങ്ങൾ, നല്ലൊരു അടിപൊളി സുഹൃത്തിനെ പോലെ. കാരണം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മൂപ്പരോട് ചോദിക്കുക, എല്ലാം ചോദിക്കുക. കാരണം നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഇതൊക്കെ മൂപ്പരാണ് ക്രമീകരിക്കുന്നത്, എവിടെ വണ്ടി വയ്ക്കുന്നു വേണ്ടെന്നൊക്കെ. കാരണം അല്ലെങ്കിൽ മൂപ്പരും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ ഇതായിരിക്കും, അവിടെയും ഇവിടെയും വണ്ടി പാർക്കും ചെയ്ത് നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല അവിടെ വരുമ്പോൾ. അപ്പോൾ ഇത് നമ്മളിനി പതുക്കെ മൂപ്പരെയും കണ്ടിട്ട് നമ്മൾ തൂക്കുപാലത്തിലേക്ക് കയറാൻ പോകുമ്പോൾ അതിൻ്റെ രസം നോക്കും. തൂക്കുപാലത്തിൻ്റെ ആ ഭിത്തിയുടെ മുകളിലൊക്കെ ചിത്രമൊക്കെ വരച്ച് അടിപൊളി കേട്ടോ. കാരണം ഞാനിപ്പോഴും പറഞ്ഞിട്ട് രാത്രി വന്നാലേ ഇതേപോലത്തെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഭംഗി എന്തായാലും രാത്രി തന്നെയാണ്. ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട്, ഇപ്പോഴേ മലിനമാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വായിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. എല്ലാവരുടെയും ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ച് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആരും കേട് വരാതിരിക്കാൻ വേണ്ടി നോക്കുകയും ചെയ്യണം, കേട് വരുത്തരുത്. കാരണം ഇങ്ങനത്തെ ഒരു ഭംഗി നമുക്ക് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തായിട്ട് പോലും നമുക്കിത് ചിലവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്ക് രസമാണ് ഇവിടെ. പിന്നെ സൺഡേ ഞായറാഴ്ചകൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കണം, നല്ല തിരക്കായിരിക്കും. കാരണം കുറേ ഫാമിലി അവിടുന്നും ഇവിടുന്നും ഫ്രണ്ട്സായിട്ടും കുറേ പേര് ഇവിടെ വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബാക്കി വീക്കെൻഡ് അല്ലാതെ നമുക്ക് തിങ്കളും ചൊവ്വയും ബുധനൊക്കെ ആയിട്ട് വന്നാൽ മതി. അപ്പോൾ നല്ലൊരു അടിപൊളി നമുക്ക് സീൻ ഇവിടെ കിട്ടും. ഇതോട്ട് അപ്പുറത്തെ സൈഡ് നമ്മുടെ പുഴയാണ്, ഇത് പുഴയുടെ മറ്റേ സൈഡാണ്. ഓ നോക്ക്, അന്യായ ഭംഗിയല്ലേ കാണാൻ. ഇതാ നമ്മുടെ സിപ്പ് ലൈൻ സംഭവങ്ങളൊക്കെ ഇവിടെ അടിപൊളി വ്യൂ കേട്ടോ. ഇതിന് തൊട്ടപ്പുറത്തേക്കും പോകാം കേട്ടോ നമുക്ക്. അപ്പുറത്ത് പക്ഷേ കൂടുതൽ കടകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇത്രയാണ് ഇപ്പോൾ നമുക്ക്, കാരണം സിപ്പ് ലൈനും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും കാണിക്കാനും പറ്റുന്നില്ല. പക്ഷേ ഈ പ്രകൃതി, ഈ ഭംഗിയും അതെന്തായാലും കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും. രാത്രിയുടെ ഒരു വൈബ് അതിന് വേണമെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾ മക്കളെ പൊന്നാനി നമ്മുടെ ബിയ്യങ്കായൽ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് എന്തായാലും വരണം, മസ്റ്റ് വിസിറ്റ് ചെയ്യണം. കാരണം എന്തൊരു രസം നോക്ക്.
ഇത് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നത്, അപ്പോൾ നിങ്ങൾ നേരിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. സൂപ്പറല്ലേ? അപ്പോൾ ഞങ്ങൾ തൂക്കുപാലമൊക്കെ കയറി ചെറിയ റെസ്റ്റ് എടുക്കുകയാണ്. തൊട്ട് പിന്നാലെയായിട്ട് തൂക്കുപാലം കാണാം. തൂക്കുപാലം താഴെ അതിൻ്റെ ഇതും കാണാൻ പറ്റും, എന്താ പറയുക, വെള്ളത്തിൽ പ്രതിബിംബം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ട് എന്തായാലും ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. പൈസ ഇല്ല കേട്ടോ, ഫ്രീ ആണ്. ഒരു ഈവനിങ് ടൈമിൽ ഒരു നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിരിക്കാം. അപ്പോൾ ഓക്കെ, എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇതിനേക്കാൾ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ അടുത്ത് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.